ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ രാവിലെ എണീച്ചപ്പോൾ നമ്മൾ ടീ കുടിക്കാറില്ലേ, അപ്പോൾ അതേപോലെ ഞാനും ടീ ഇടാൻ വേണ്ടി വന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഇത് ഓർമ്മ വന്നത്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ടീയുടെ ഒരു പാക്കറ്റാണത്. അപ്പം ഞാനിതിൽ നെയിമൊന്നും നോക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മളത് എടുത്തു, കട്ട് ചെയ്തു, ഹോട്ട് വാട്ടർ ആക്കി. എന്തായാലും ഇത് ഡിപ്പ് ചെയ്യാനൊരു ടീ ബാഗല്ലേ, അത് ഇതാക്കി ഡിപ്പ് ചെയ്തു. ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ആ ഹാങ് ഓവറിൽ നിൽക്കണ കൂട്ടം ഞാൻ നെയിമൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത് റെഡ് കളറായി വരുന്നു. ഞാൻ ആലോചിച്ചത് എന്താ ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ റെഡ് കളറാവണം, എന്തായിരിക്കും ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ ഒരു ടീ. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഒന്ന് കുടിക്കാം, എന്താണെങ്കിലും ടേസ്റ്റ് നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഒന്ന് ജസ്റ്റ് കവറെടുത്തു, എന്തായിരിക്കും ഇതിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് നോക്കിക്കളയാം എന്ന് വിചാരിച്ചപ്പോൾ നെയിം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇതിൻ്റെ അടിയിലിരിക്കുന്ന നെയിം കണ്ടില്ലേ, ഓർഗാനിക് ബേക്കേഴ്സ്, അത് വായിച്ചപ്പോഴും എൻ്റെ മൈൻഡിലോട്ട് പോകണില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ എഴുതിയപ്പോഴത്തേക്കും ഇതും എഴുതിയിട്ടുണ്ട്. പിന്നെ ലെമൺ ഗ്രാസ് ഓർഗാനിക്, അപ്പോൾ ഇതെന്തോ കംപ്ലീറ്റ് ഹെർബൽ ടീ ആണ്. നാച്ചുറൽ ഹണി എസെൻസ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ബിക്കോസ് എന്തായിരിക്കും, ഞാൻ കുടിച്ചു ടീ. ഫസ്റ്റ് ഞാനെടുത്ത് കുടിച്ചു, ഗ്ലാസ്സിലാക്കി. അപ്പോൾ റെഡ് കളർ തന്നെ കുടിച്ചെല്ലാം കഴിഞ്ഞു. നല്ല സൂപ്പറാണ് ടേസ്റ്റ്, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെമൺ ടീയുടെ ടേസ്റ്റാണ്. പക്ഷേ അതിനേക്കാളും നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവറും എന്താ പറയണം, നല്ലൊരു ഫീല് ഉണ്ട് ടീക്ക്. പിന്നെ ഞാനെല്ലാം കഴിഞ്ഞ് ടീ കുടിച്ചിട്ട് അവിടെ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന്, അപ്പോഴും നെയിമിൻ്റെ ഇത് എനിക്ക് അത്രയും അങ്ങോട്ട് പോയില്ല. ഞാനും ആലോചിച്ച് ഇതെന്താണ് സംഭവം, അങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് ചെമ്പരത്തിയുടെ എന്തെങ്കിലും ആണോ, ചെമ്പരത്തിയുടെ ഇതാണല്ലോ എന്നാൽ. അപ്പം എന്നാൽ ഞാൻ എന്ത് ചെയ്തു, ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഞാൻ ചെമ്പരത്തിയുടെ ടീയാണ്. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചെമ്പരത്തിയുടെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളത് ലെമണൊക്കെ ഇട്ട് കഴിയുമ്പോൾ വേറെ ഡിഫറെൻറ്റ് കളറോ അങ്ങനെ ഇത് കുടിക്കണം എന്നല്ല എന്ന് പറയൂലേ ചെമ്പരത്തിയുടെ ജ്യൂസൊക്കെ, അതാണ് ആ ടീയാണിത്. ഞാൻ എന്താ പറയുക, ഉറക്കിച്ച് ഇതിൽ നിൽക്കണതുകൊണ്ട് ഇതൊന്നും എൻ്റെ തലയിലോട്ട് പോകുന്നുണ്ടായില്ല. നിങ്ങളാരെങ്കിലും ഇങ്ങനൊരു ടീയോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഈ നാട്ടിൽ നമ്മൾ കിട്ടുന്നുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇത് സൂപ്പറാണ് കേട്ടോ, ചെമ്പരത്തിയുടെ ടീ. സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇത് കുടിക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്നാലും നമ്മളങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല, ഇങ്ങനൊരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. അത് ഞാൻ 100% പറയാം. നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും ഇതുപോലെ, നമ്മൾ ചെമ്പരത്തിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചു ചായപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കും. പക്ഷേ ഒരു രക്ഷയില്ല. ആ ടീ ഞാൻ കുടിച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ലെമൺ ഗ്രാസിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കാം, എന്തോ വേറെ അങ്ങനെ വല്ലതൊക്കെ ചേർത്തിട്ടായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത്, ആ ഒരു ഗുഡ് ഫീല് നമുക്ക് കിട്ടുന്നത് കുടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യുക, കുടിച്ചിട്ടുണ്ടോ. ഇതൊരു നേപ്പാൾ ഫാമിലിയാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്തത്. ഇതുപോലെ എന്താ പറയുക, വൈറ്റ് കവറിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നൂഡിൽസ് തന്നു, അങ്ങനെയൊക്കെ കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നിരുന്നു അവർ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരെണ്ണം ഇതെടുത്തു. കുറച്ച് പേരുണ്ടായി, അവർക്കൊക്കെ കൊടുത്തപ്പോൾ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തതാണ് ഇത്. ഓക്കെ, നിങ്ങളും ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യുക. നമ്മളിട്ട് കുടിക്കുന്നതും ഡിഫറെൻറ്റ്, ഇതും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.